ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ. ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റു. ആ ഒരു ടൈമിൽ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റും പഠിക്കാനാണ് കേട്ടോ വന്നത്. കാരണം കഴിഞ്ഞ ദിവസം എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. 2 ദിവസമായിട്ട് മോൾക്ക് തീരെ ഉറക്കക്കുറവുണ്ടായിരുന്നു. രാത്രിയിൽ അവൾ ഒട്ടും ഉറങ്ങാത്ത കാരണം കൊണ്ട് ഞാൻ പിന്നെ രാത്രിയിലും ഒന്നും പഠിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച കഴിയാറായി ഏകദേശം. പക്ഷേ ഇപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പഴയ ടോപ്പിക്കുകളുടെ റിവിഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇത് തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക്ക് നമ്മുടെ ബയോളജിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ എക്സ്ട്രാ പോയിൻറ്റ്സും ഫാക്ട്സൊക്കെ ഉണ്ട്. കുറേ ഒന്നും ആവശ്യമില്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെയൊക്കെ നോട്ട്സ് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നോക്കിയത് റാങ്ക് ഫയലാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ ലക്ഷ്യയുടേതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റതും ഇങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ മുമ്പൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ടു ഡു ലിസ്റ്റൊന്നും അങ്ങനെ തയ്യാറാക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ മന്ത്ലി പ്ലാനറാണ് ഫോളോ ചെയ്യുന്നത്. അത് മാത്രമല്ല, പിന്നെ നമ്മൾ രാവിലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഒരു ദിവസം ചെയ്യാറില്ല. വളരെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓർമ്മയുണ്ടാകും. നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ടു ഡു ലിസ്റ്റൊന്നും ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സമയം കിട്ടുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണിത്. അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ ഡേ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എനിക്കതിന് പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഇടയിൽ കൂടെ വന്നു. ഇപ്പം ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇടയ്ക്ക് മോളെ എഴുന്നേറ്റു. പിന്നെ എൻ്റെ പഠനം അങ്ങനെ സ്റ്റോപ്പായി. അങ്ങനെ രാവിലെയും എനിക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ മോളിൽ 2 ഷെൽഫുണ്ട് കേട്ടോ. അത് നമ്മൾ തീരെ യൂസ് ചെയ്യാറില്ല. മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ മോള് അവിടെയൊക്കെ പിടിച്ച് വലിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ അവൾക്ക് എത്താത്ത സാധനങ്ങളൊക്കെ അതിൻ്റെ മേലേക്ക് കയറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് മേലുള്ള 1-2 ഷെൽഫുകൾ കംപ്ലീറ്റ് ആയിട്ട് പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഷെൽഫുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. കുറേ നാളായിട്ട് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും. ചെറുതെന്നല്ല, മുകളിൽ നല്ല പൊടികളുണ്ടായിരുന്നു. പിന്നെ താഴത്തേൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾക്ക് എടുക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ് നമ്മൾ താഴെയുള്ളതിൽ വയ്ക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു ടേബിളും കൂടെ വന്നത് കാരണം കൊണ്ട് ഈസി ആയിട്ട് അവൾക്ക് എല്ലാം എടുത്ത് കൈകാര്യം ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ബേബി വൈപ്സ് ഉണ്ടല്ലോ. മോൾക്ക് ചെറുപ്പത്തിൽ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ കുറേ സാധനങ്ങൾക്ക് മോൾക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. വൈപ്സ്, അതുപോലെ ബാത്തർ, ടർക്കി, ബ്ലാങ്കറ്റ്, നെറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ പലതും നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അടുത്ത ഒരു ബേബിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങൾ ഇവിടെ യൂസ് ചെയ്യാത്തതുണ്ട്. യൂസ് ചെയ്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെ കേടുവന്ന് പോയിട്ടൊന്നുമില്ല. അങ്ങനെ നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. എന്നാലും നമ്മുടെ ഈ ഒരു ക്ലീനിങ് അതൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പിന്നെ റംസാൻ മാസം കൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വീടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ചായിട്ട് ഇപ്പോൾ ഒരു ദിവസം ഷെൽഫ്, പിന്നെ ജനൽ, അങ്ങനെ കുറച്ചായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതിൻ്റെ കൂടെ പഠിത്തവും അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓരോരോ ഷെൽഫുകളായിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ആക്കുന്നത്. അത് കാരണം കൊണ്ട് കുറച്ചായിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് നീറ്റാക്കി ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. എനിക്കിങ്ങനെ ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വേറെ ആരെങ്കിലും അതുപോലെ മോളാണെന്നുണ്ടെങ്കിലും അതിൽ കയറി അലങ്കോലമാക്കി വെക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ മോള് രാവിലെ ഉറങ്ങി കേട്ടോ. രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ കാരണം കൊണ്ട് അവൾ പിന്നെ ഉറങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വീണ്ടും നമ്മുടെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബയോളജിയുടെ കുറച്ച് നോട്ട്സ് എഴുതാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെയും അതുപോലെ ഇന്നൊക്കെ ആയിട്ട് കുറച്ച് ബയോളജി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട് അപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഇല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു കണക്ഷൻ വിട്ടു. നമ്മൾ പഠിക്കുന്ന സമയത്താണല്ലോ നമുക്ക് ആ ഒരു ടൈമിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഓർമ്മയുണ്ടാവുക. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ എഴുതി വയ്ക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ തലകറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് BP-യുടെ കുഴപ്പമൊന്നുമില്ല. BP കുറച്ച് കുറവാണ്, എന്നാൽ പോലും അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഡയബറ്റീസിൻ്റെ കുഴപ്പമുണ്ട് കേട്ടോ. ആ ഒരു ഷുഗർ ഇങ്ങനെ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. കൂടുന്നത് മാത്രമല്ല, നമ്മൾ ഡയബറ്റീസായിട്ട് പറയുന്നത് കുറയുന്നതും ഡയബറ്റീസാണ്. അപ്പോൾ കുറയുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ തലകറക്കം വരുന്നത്. അത് നമുക്കൊരു ഗ്ലൂക്കോമീറ്ററും ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും.
കാരണം കൂടുതൽ ഷുഗർ ഇങ്ങനെ കൂടുതലായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും നന്നായിട്ട് കൂടുതലായിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര ഒരു എനർജിയൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ഉത്സാഹമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 70, 110 വരെയാണ്. അപ്പോൾ അത് 70 കുറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ തലകറക്കവും അങ്ങനെയൊക്കെ വരും. ആ ഒരു ടൈമിൽ നമ്മൾ മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാണ്ട് ശരിയാകും, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എനർജി ഡ്രിങ്കൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് ഒട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല തലകറക്കം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മതിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്നു. പിന്നെ ഞാൻ ഒരു വൈകുന്നേരം വരെയും എനിക്ക് പിന്നെ എഴുന്നേൽക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ റെസ്റ്റ് എടുക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിന്ന് ഫുൾ ഡേ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോയത്. പിന്നെ രാത്രിയിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാത്രിയിലാണ് പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. എനിക്കിന്ന് വേറെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ വീണ്ടും ബയോളജി തന്നെയുണ്ട് നോക്കുന്നത്. കാരണം ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ തടസ്സങ്ങൾ വരും. ചില ദിവസം മോൾ ഉറങ്ങില്ല, ചില ദിവസം ഇങ്ങനെ എന്തെങ്കിലും വയ്യാതാവും. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ വന്നത് കാരണം കൊണ്ട് പിന്നെ ഫുൾ പെൻഡിങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ബയോളജി തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഓൾറെഡി 1-2 ദിവസം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് കുറേ വലിയൊരു ടോപ്പിക്കാണല്ലോ. കുറേ ടോപ്പിക്ക് ഞാൻ ഇതിൻ്റെ SCRT ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റാങ്ക് ഫയൽ വായിച്ചിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നോട്ട്സും കൂടെ എഴുതി വെക്കുന്നത് കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വേഗം നോക്കി എന്തെങ്കിലും മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഈ വലിയ റാങ്ക് ഫയൽ വേണ്ടി തപ്പണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടുന്നില്ല, എങ്ങനെയാണ് പഠിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോട്ട്സ് എഴുതി വെക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ എനിക്ക് അത് കുറച്ചുകൂടെ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ, അതായത് വായിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം മറന്നു പോകും. പക്ഷെ എഴുതുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ നമ്മൾ കാണാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാണും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വീണ്ടും ഒന്നും കൂടെ പതിയാൻ വേണ്ടിയിട്ട് നിൽക്കും. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വായിച്ചു പോകുന്നതെന്നുള്ളൂ. അത് കാര്യമായിട്ട് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് അങ്ങനെ പഠിക്കുന്നതില്ല. കാരണം ഞാനിപ്പോൾ രാത്രിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് സൗണ്ട് ഇട്ടിട്ടുണ്ട് പറഞ്ഞാലും മുളക് അതുകൊണ്ട് ഞാൻ മനസ്സിലാണ് വായിച്ചു പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ വായിച്ചു പോയിട്ട് പിന്നെ നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ എന്നാലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ മുമ്പൊക്കെ ഞാൻ നല്ല സൗണ്ടിൽ വായിച്ച് പഠിക്കുമായിരുന്നു. എനിക്ക് അതാണ് നല്ലത്. കാരണം നമ്മളുടെ വോയിസ് നമ്മൾ കേൾക്കുവാണ്, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ വായിക്കുന്നു, നമ്മളത് കേൾക്കുന്നു. നമ്മുടെ ബ്രെയിൻ ഒരു 3-4 ഇന്ദ്രിയങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്കത് കുറച്ചും കൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ നല്ല ഉറക്കെ വായിച്ച് പഠിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പഠിക്കുന്നത് ബാക്കിയുള്ള നാട്ടുകാരെല്ലാവരും അറിയും. അത്രയും സൗണ്ടിൽ ഞാൻ വായിച്ച് പഠിക്കുമായിരുന്നു. അത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഇങ്ങനെ സിലബസ് വേഗം കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന കാരണം കൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഞാൻ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഉറക്കെ വായിച്ച് നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് നന്നായിട്ട് നമ്മുടെ മൈൻഡിലത് നിൽക്കും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വായിച്ച് മാത്രം പോകുമ്പോഴത്തേക്ക് വീണ്ടും റിവിഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരും കേട്ടോ. ചിലപ്പോൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഡെയിലി നോക്കേണ്ടി വരും ചില ആളുകൾക്ക്. അതെല്ലാം ഓരോരുത്തരുടെ കപ്പാസിറ്റിനനുസരിച്ച് നിൽക്കും. എന്നാലും ഒരു ലോങ് ടേം മെമ്മറി നമ്മുടെ തലയിൽ അത് നിൽക്കണം എന്നുണ്ട് പറഞ്ഞാൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യാതെ പറ്റുകയില്ല. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് എഴുത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. തിങ്കിങ് ഓൺ പേപ്പർ എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൂവൺ മെത്തേഡും കൂടെയാണ്. നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കൊരു 80% ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടെ അതൊന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു 80%-ന് 100%-ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ അവിടെ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണ് അല്ലേ. അതും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ഭാഷയിലാണ് എഴുതുന്നത്. വേറെ ഏതെങ്കിലും നോട്ട് നോക്കി നമ്മൾ അതേപോലെ കോപ്പി ചെയ്തോ അല്ലെങ്കിൽ റാങ്ക് ഫയലുള്ള കാര്യങ്ങൾ അതേപോലെ എഴുതുന്നൊന്നുമല്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മളതിൽ ഇടുന്ന സമയത്ത് ഇത് എന്തായാലും നമുക്ക് എഫക്റ്റീവ് ആവുകയുള്ളൂ കേട്ടോ. സോ റൈറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആഫ്റ്റർ റീഡിങ് എന്ന് പറയാറുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കിപ്പോൾ ഈ നോട്ട് എഴുതി തുടങ്ങിയ ശേഷമാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അതിപ്പോൾ ഈ ഒരു പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, പഠിക്കുമ്പോൾ നമ്മൾ ഷോർട്ട് നോട്ട്സ് എഴുതുന്ന കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോരോ ഗോൾസ് സെറ്റ് ചെയ്ത് അത് നമ്മൾ നേടാൻ വേണ്ടിയിട്ട് ഓരോരോ പ്ലാനിങ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അത് നമ്മളൊന്നും കൂടെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാരണം റിട്ടൺ ഗോൾസ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചെടുക്കുന്നതിനേക്കാളും നല്ല എഫക്റ്റീവാണ് കേട്ടോ. കാരണം നമുക്കൊരു ദിവസം എത്ര ചിന്തകളുണ്ടാവും. ഒരു ദിവസം നമുക്ക് പലതരത്തിലുള്ള ചിന്തകൾ വരും അല്ലേ. ആരെങ്കിലും നമ്മളടുത്ത് സംസാരിച്ചതും എന്തെങ്കിലും നമ്മൾ
ടി വിയിൽ കണ്ടതും അതുപോലെ ഫോണിൽ നോക്കിയതും അങ്ങനെ പഠിക്കുന്നതും ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന് നമ്മുടെ ബ്രെയിനിന് ചിന്തിച്ചെടുക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മുടെ ബ്രെയിനിന് അവിടെ ഒരു എക്സ്ട്രാ ഫോക്കസ്, അറ്റൻഷൻ എല്ലാം അവിടെ കിട്ടുകയാണ്. അങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോഴും ഓർമ്മയില്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മാത്സ് ഒക്കെ നമ്മളിങ്ങനെ എഴുതി ചെയ്തിട്ടാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കത് പെട്ടെന്ന് ഒരു കാര്യം കുറച്ച് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ അത് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മറന്നു പോവില്ല. എന്നെഴുതി എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ നോട്ട് എഴുതണം അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകളുടെ നോട്ട്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കൺഫ്യൂസിങ് വരുന്ന സബ്ജക്റ്റുകളുടെയൊക്കെ നോട്ട്സ് നിങ്ങളൊന്ന് എഴുതി നോക്കുക. അതെന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വലിയ റാങ്ക് ഫയലൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആകെ മടുപ്പ് തോന്നിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ നോട്ട്സ് എഴുതി വയ്ക്കുക. ഇങ്ങനെ റാങ്ക് ഫയലിൽ കാണുന്ന എല്ലാ പോയിൻറ്റുകളും അതുപോലെ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ കാണുന്ന എല്ലാവരും പറയുന്ന അതേപോലെ എഴുതി വെക്കുന്നതല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എത്രയും റെലവൻ്റായിട്ട് തോന്നുന്ന കാര്യങ്ങളും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ കൂടുതലൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു കോൺഫിഡൻസ് എല്ലാം നിങ്ങൾക്ക് വരും. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അവർ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അവരുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് ആണ്. സോ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പലർക്കും ഇങ്ങനെയുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. പലർക്കും പേടിയാണ്, ഇപ്പോഴും തോറ്റുപോകുമോ എന്നുള്ള പേടി. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ തോറ്റുപോകുമോ എന്ന് ചിന്തിക്കുന്നത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ തോൽവി എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മൾ വിൻ ചെയ്യും എന്ന രീതിയിൽ തന്നെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കുറച്ചും കൂടെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നവർക്കും ബൈ.